ഗ്രീൻലാൻഡിനെ യുഎസിന്റെ ഭാഗമാക്കാൻ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപും ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശവുമായ ഗ്രീൻലാൻഡിൽ പ്രത്യേക ദൂതനെ പുതിയ ദൗത്യവുമായി ബന്ധപ്പെട്ട് ട്രംപ് നിയമിച്ചിരിക്കുകയാണ്. ധാതു സമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിനെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് അധിക ചുമതല നൽകി അയച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ മോഹം ട്രംപ് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാക്കിയിരുന്നു. ആ ആഗ്രഹത്തിലേക്കുള്ള കൂടുതൽ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ ലാൻഡ്രിക്കിന്റെ നിയമനത്തിലൂടെ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ US സൈനിക താവളമുണ്ട്. ഗ്രീൻലാൻഡിനെ USന്റെ ഭാഗമാക്കാനായി താൻ യത്നിക്കുമെന്ന് പദവി ഏറ്റെടുത്തുകൊണ്ട് ലാൻഡ്രിക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ അമേരിക്കൻ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുത്തെ ജനങ്ങളുമായി ഭാവി കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താനും ലാൻഡ്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യത്തെ പരസ്യമായി പിന്തുണച്ച വ്യക്തിയാണ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്ന ലാൻഡ്രി. ട്രംപ് തികച്ചും ശരിയാണ് എന്നതാണ് ഈ വിഷയത്തിൽ ലാൻഡ്രിയുടെ അഭിപ്രായം. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകണം എന്ന് തന്നെ താനും ആഗ്രഹിക്കുന്നു എന്ന് ലാൻഡ്രി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. നിയമനത്തിന് ശേഷം ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് എന്ന സ്ഥലം ലക്ഷ്യമിടുന്നത്? എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ US ആഗ്രഹിക്കുന്നത് എന്നതുകൂടി നോക്കണം. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഭൂമിശാസ്ത്രപരമായ ഗ്രീൻലാൻഡിന്റെ സ്ഥാനം തന്നെയാണ്. ഗ്രീൻലാൻഡിലെ ധാതു നിക്ഷേപമാണ് USനെ മോഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഇപ്പോൾ വടക്കേ അമേരിക്ക ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രീൻലാൻഡ് 600-ലധികം വർഷമായി ഡെൻമാർക്കിനൊപ്പമാണ്. പേരിൽ ഗ്രീൻ എന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിന്റെ 80% ഭാഗവും മഞ്ഞു മൂടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. 1953 വരെ ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു ഗ്രീൻലാൻഡ്. ഇപ്പോഴും ഡെൻമാർക്കിന്റെ ഭാഗമായി തുടരുന്ന ഗ്രീൻലാൻഡ് 2009 സ്വയംഭരണാധികാരമുള്ള പ്രദേശമായി മാറുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ആഭ്യന്തര വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും പ്രതിരോധം, വിദേശ നയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രീൻലാൻഡിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. ധാതു സമ്പുഷ്ടമാണ് ഗ്രീൻലാൻഡ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. എർത്ത് മിനറലുകളുടെ വൻ നിക്ഷേപമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല യുറേനിയവും ധാരാളമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ധാതുക്കളോട് ട്രംപിനുള്ള ഇഷ്ടം പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റഷ്യ യുക്രൈൻ ബന്ധം അവസാനിപ്പിക്കാൻ പോകുമ്പോഴും അവിടെ ധാതുക്കൾ കിട്ടുന്ന സ്ഥലം ഏതൊക്കെയുണ്ടെന്ന് അന്വേഷിക്കും. അസീം മുനീറുമായി നടത്തുന്ന ചർച്ചയിലും ട്രംപിന്റെ ലക്ഷ്യം ഇതുപോലെയുള്ള അപൂർവ ധാതുക്കൾ ഉള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇവിടെയും ട്രംപിനെ നയിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഈ ധാതുക്കൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ്. കമ്പ്യൂട്ടറുകളും ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, വൈദ്യുത വാഹനങ്ങൾ, അങ്ങനെ ആധുനിക ലോകത്തിന് അനിവാര്യമായ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഏറെ അത്യാവശ്യമാണ് റെയർ എർത്ത് മിനറലുകൾ. ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും ആധിപത്യം ചൈനയ്ക്കാണുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമാക്കുക, ആ സ്ഥാനം സ്വന്തമാക്കുക എന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അമേരിക്ക കണ്ടുവെക്കുന്നു എന്നതാണ് വളരെ വ്യക്തമാകുന്നത്. USന്റെ പ്രത്യേകിച്ചും ട്രംപിന്റെ ചൈന വിരുദ്ധ തന്ത്രങ്ങൾക്ക് വലിയ തോതിൽ ഗ്രീൻലാൻഡ് ഗുണകരമാകും എന്ന തോന്നലാണ് അവരെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ഭൂമിശാസ്ത്രപരവും ധാതു നിക്ഷേപപരവുമായുമൊക്കെ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ USനെ മോഹിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ അമേരിക്കയുടെ ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്ട് 1867 മുതൽ തുടങ്ങുന്നതാണ്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അന്നു മുതൽ തന്നെ US ആഗ്രഹിക്കുന്നുണ്ട്. 1946 അന്നത്തെ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. ഭൂമിശാസ്ത്രപരവും സൈനികവുമായ ആവശ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു USന്റെ ആ നീക്കമെങ്കിലും അന്നത് നടന്നില്ല. 2019 ട്രംപ് അധികാരത്തിൽ വരുമ്പോഴാണ് വീണ്ടും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ ഡെൻമാർക്കും ഗ്രീൻലാൻഡും രംഗത്തെത്തുകയും ട്രംപിന്റെ ആഗ്രഹം നടക്കാതെ പോവുകയും ചെയ്യുകയായിരുന്നു. അക്കൊല്ലം നിശ്ചയിച്ചിരുന്ന ഡെൻമാർക്ക് സന്ദർശനം പോലും റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. അപ്പോൾ അമേരിക്ക ആദ്യമൊന്നും ആയിട്ടല്ല ഇത്തരം ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള
വാങ്ങലുകൾ നേരത്തെ നടന്നിട്ടുള്ള ഒരു ചരിത്രവുമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പണം കൊടുത്ത പ്രദേശങ്ങൾ അമേരിക്ക നേരത്തെയും സ്വന്തമാക്കിയിട്ടുണ്ട്. 1803 ഫ്രാൻസിൽ നിന്ന് $15 മില്യൺ ലൂസിയാന അമേരിക്ക സ്വന്തമാക്കിയത്. 1867 റഷ്യയുടെ പക്കൽ നിന്നാണ് $7.2 മില്യൺ അലാസ്ക വാങ്ങിയത്. 1916 $25 മില്യൺ ഡെൻമാർക്കിൽ നിന്ന് ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് വാങ്ങുന്നത്. അപ്പോൾ ഈ സാഹചര്യം വെച്ചിട്ടുകൊണ്ടാണ് അമേരിക്ക ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗ്രീൻലാൻഡിന്റെ ഭാവി അവിടുത്തുകാർ തന്നെ തീരുമാനിക്കുമെന്നും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ ബഹുമാനിക്കാൻ US ശ്രമിക്കണമെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ US നടപടിക്കെതിരെ ഡെൻമാർക്കും രംഗത്തെത്തി. ഡെൻമാർക്കിലെ US സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് USന്റെ ഭാഗമാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേക ദൂതനായി നിയമിച്ചതിൽ താൻ അങ്ങേയറ്റം അസ്വസ്ഥനാണ് എന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്ക അഭിപ്രായം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ സജീവമായി നിൽക്കുകയാണ്. എന്തായാലും പ്രത്യേക ദൂതനെ അയച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിക്കുന്നത്. തന്റെ പിന്തുണയ്ക്കുന്ന തന്റെ താൽപര്യത്തിനൊത്തു പ്രവർത്തിക്കുന്ന ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിനെ ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി അധിക ചുമതല നൽകിയതിലൂടെ തന്റെയും അമേരിക്കയുടെ തന്നെയും 1.5 നൂറ്റാണ്ടായുള്ള സ്വപ്നം നിറവേറ്റാനാണ് ട്രംപിന്റെ നീക്കം. എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.